പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ തീർത്തും ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നമുക്കറിയാം, തുടക്കത്തിൽ ഈ ഒരു സീസണിലെ മോശം പ്രകടനം കാരണം കൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു. മഞ്ഞപ്പടയുടെ ഭാഗത്തു നിന്നുമെല്ലാം പ്രൊട്ടസ്റ്റും ഉണ്ടായി. അടുത്ത ISL സീസൺ നടക്കുമോ എന്നുള്ള കാര്യത്തിൽ പോലും ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല. AIFFന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള കല്യാൺ ചൗബയോടാണ് ഇന്ത്യ ഫുട്ബോൾ ആരാധകർക്കെല്ലാം ചോദിക്കാനുള്ളത്. അടുത്ത ISL സീസൺ നടക്കുമോ എന്നതുമായി ബന്ധപ്പെട്ട് ഒരു ഉറപ്പ് നൽകാൻ പോലും ഇതുവരെ സാധിച്ചിട്ടില്ല. നിലവിൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വാർത്ത അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായിട്ടുള്ള കരോളിസ് കിംഗ്സ് തന്റെ സ്ഥാനം ഒഴിയുകയാണ്. സിലിസ് ആയിരുന്നു ഈ ഒരു കാര്യം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇന്ത്യ ഫുട്ബോളിന്റെ ഈ ഒരു അൺസർട്ടനിറ്റി കാരണം കൊണ്ടാണ് കരോളിസ് തന്റെ സ്ഥാനം ഒഴിയുന്നത് എന്നാണ് സിലിസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്തായാലും സ്പോർട്ടിംഗ് ഡയറക്ടർ ക്ലബ്ബ് വിട്ടു പോയതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അടുത്തൊരു കാര്യം, ഈ ഒരു സീസണിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം താൽക്കാലികമായിട്ട് നിർത്തിവെച്ചേക്കും. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെ എല്ലാ ISL ക്ലബ്ബുകളും വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ലഭിച്ചിരിക്കുന്ന വാർത്ത അനുസരിച്ച് ജൂൺ മുതൽ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുമെന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ജീവനക്കാരെ അറിയിച്ചിട്ടുണ്ട്. ക്ലബിന് 40 കോടിയിലേറെ ബാധ്യതയുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. തുടർച്ചയായിട്ടുള്ള ഈ ഒരു സാമ്പത്തിക നഷ്ടം ക്ലബിനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ലീഗിന്റെ ഭാവിയെക്കുറിച്ചുള്ള അനിശ്ചിതത്വം കാരണം പുതിയ നിക്ഷേപങ്ങളിൽ ക്ലബ്ബുകൾ മടിപ്പ് കാണിക്കുന്നുമുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ വീണ്ടും നിക്ഷേപിക്കുന്നത് റിസ്ക് തന്നെയാണ്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെ ഒട്ടുമിക്ക ISL ക്ലബ്ബുകളും അടുത്ത സീസണുമായി ബന്ധപ്പെട്ട ഒരു കൺഫർമേഷൻ ലഭിക്കാതെ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കും. അടുത്ത സീസൺ നടക്കുമോ അല്ലെങ്കിൽ അടുത്ത സീസൺ ഉണ്ടാകുമോ എന്നുള്ള കാര്യം പോലും സംശയത്തിൽ തന്നെയാണ്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റുമായിട്ടും ISLുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും. കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.